ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. അപ്പോൾ CTET എക്സാമിൻ്റെ ഡേറ്റിംഗ് അടുത്ത് വരികയാണ്. ജൂലൈ 7-നാണ് CTET എക്സാം ആരംഭിക്കുന്നത്. എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ റിവിഷനിലേക്ക് പോയിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ടൂസ് അക്കാഡമി നിങ്ങളുടെ റിവിഷന് ഒരു മുതൽക്കൂട്ട് എന്ന പോലെ തന്നെ റാപ്പിഡ് റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന കോണ്ടന്റ് എന്ന് പറയുന്നത് CTET സോഷ്യൽ സയൻസ് എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു റാപ്പിഡ് റിവിഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഹിസ്റ്ററി എക്സാമിൽ നിന്നും ഏകദേശം 1 to 15 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്ററിയുടെ സിലബസ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഏതൊക്കെയാണ് റാപ്പിഡ് റിവിഷന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ഹിസ്റ്ററിയെ പ്രധാനമായിട്ടും 4 പാർട്ടായിട്ട് തിരിച്ച് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏൻഷ്യൻ സിവിലൈസേഷൻ ആണ്. ഏൻഷ്യൻ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ ഗുപ്ത എംപയർ വരെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷന് മുമ്പുള്ള പാലിയോലിത്തിക്, അതുപോലെ തന്നെ മീസോലിത്തിക് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയാസ് കൂടി നിങ്ങൾ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തണം. എസ്പെഷ്യലി പാലിയോലിത്തിക്, മീസോലിത്തിക് സൈറ്റുകൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പാലിയോലിത്തിക് സൈറ്റുകൾ ഉള്ളത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭീംബേട്ക ഗുഹ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വേദിക് പീരീഡിന് അതുപോലെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്, അതായത് വേദിക് പീരീഡിന്റെ സവിശേഷതകൾ, ആ കാലയളവിൽ ഉണ്ടായിട്ടുള്ള വേദങ്ങൾ, അതേപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ ഒരു ഓർഡർ തന്നെ എപ്പോഴും പഠിച്ചു പോവുക. ഹാരപ്പൻ സിവിലൈസേഷൻ, വേദിക് പീരീഡ്, മൗര്യ, ഗുപ്ത, ഈ ഒരു ഓർഡർ എപ്പോഴും പഠിച്ചു പോകാൻ ശ്രമിക്കണം. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനകത്ത് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി പറയാറുണ്ട് അല്ലേ? അപ്പം ഈ ഹാരപ്പൻ സിവിലൈസേഷനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള എവിഡൻസുകൾ, ആ എവിഡൻസുകൾ എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഗ്രേറ്റ് ബാത്ത് എവിടെ നിന്നായിരുന്നു? മോഹൻജിദാരോയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി മോഹൻജിദാരെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, മരിച്ചവരുടെ കുന്ന് എന്നർത്ഥം വരുന്നതാണ് മോഹൻജിദാരോ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ മൗര്യ എംപയറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ രാജാക്കന്മാരുടെ പേരുകളും വളരെ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുശേഷമുള്ള ഗുപ്ത എംപയറും. ഇനി ഇതിനിടയിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുദ്ധിസം, ജൈനിസം, അതുപോലെ വർദ്ധാസം, ഇതൊക്കെ തന്നെ എക്സാമിന് എല്ലാ തവണയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഏൻഷ്യൻ സിവിലൈസേഷനകത്ത് നിന്ന് മുടങ്ങാതെ ചോദിക്കുന്ന ഒരു ഏരിയ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ മിഡീവൽ പീരീഡിലേക്ക് വരുമ്പോൾ, മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മുഗൾ എംപയർ ആണ്. മുഗൾ എംപയറിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും റീജിയണൽ കിങ്ഡംസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠനത്തിനോടൊപ്പം ഉൾപ്പെടുത്തണം. ഇനിയിപ്പം ഈ ഒരു റിവിഷൻ പീരീഡിലാണെങ്കിലും ഈ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. ആൻഡ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കൊളനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളനൈസേഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ അതിനുണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സ്, എക്സാമ്പിൾ പറയണമെങ്കിൽ ഖിലാഫത്ത്, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ, ഇങ്ങനെയുള്ള നാഷണൽ മൂവ്മെന്റ്സ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. ഇനി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കീ ഫിഗേഴ്സ്, ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അത്തരത്തിലുള്ള കീ ഫിഗേഴ്സിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കണോമിക് സോഷ്യൽ മൂവ്മെന്റ്സുകളും പലതരത്തിലുള്ള പോളിസീസുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നും പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപയേഴ്സ്, അതായത് മൗര്യ, ഗുപ്ത എംപയർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏൻഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന മറ്റൊന്നാണ് മീസോലിത്തിക്, പാലിയോലിത്തിക് സൈറ്റുകൾ, ആ വിവരങ്ങൾ നല്ല ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മുഗൾ എംപയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് മോഡേൺ പീരീഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കോളനൈസേഷനും ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇയർ വൈസ് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക.
നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ രജിസ്റ്റർ ഓഫ് ഗോഡ് ക്രിയേഷൻ, സിൻസ് ഹെർ അക്കൗണ്ട് ഡിഡ് നോട്ട് fall under the column of men, how did she gain from all of her excellent qualities? For whom was this passage written in the 13th centuries? അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മിൻഹാജി സിറാജ് സുൽത്താനേറ്റ് റസിയ അധികാരത്തിൽ, ഡൽഹി സുൽത്താനായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു പാസേജ് ആണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: രാജ്ഞിയുടെ ഭരണം ദൈവം സൃഷ്ടിച്ച ആദർശപരമായിട്ടുള്ള സാമൂഹ്യ ക്രമത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴ്പ്പെട്ടവരായിരിക്കണം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഈ ഒരു പാസേജ് തന്നത്. അപ്പം അദ്ദേഹത്തിന് സ്ത്രീ ഒരു ഭരണാധികാരിയായി വരുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് പ്രകടിപ്പിച്ച ഒരു പാസേജ് ആണ്. ഇപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, റസിയ സുൽത്താനേറ്റ് ആണ്. ഇനി നമുക്ക് സുൽത്താനേറ്റ് റസിയയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സുൽത്താനേറ്റ് റസിയ is a Delhi Sultanate within the northern Indian subcontinent, and she holds the distinction of being first female Muslim ruler in the region and the sole female Muslim ruler of Delhi. അപ്പം ഇന്ത്യ ഭരിച്ചിരുന്ന ഏക മുസ്ലിം ഭരണാധികാരിയായിട്ടുള്ള വനിതയാണ് റസിയ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അറേഞ്ച് ദ ഫോളോവിങ് അസെൻഡിങ് ഓർഡർ സ്റ്റാർട്ടിംഗ് ഫ്രം ഏർലിയസ്റ്റ് പീരീഡ്. അതായത് ഈ തന്നിരിക്കുന്ന വിവിധ കാലഘട്ടങ്ങളെ അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ബിഗിനിങ് ഓഫ് കമ്പോസിഷൻ ഓഫ് വേദാസ്. ഇപ്പൊ വേദങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള കാലയളവെന്ന് പറയുന്നത് 3500 വർഷങ്ങൾക്ക് മുമ്പാണ്. ആൻഡ് ബിഗിനിങ് ഓഫ് ബിൽഡിംഗ് മെഗ്ലത്തിക്സ് ബിൽഡിംഗ് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആൻഡ് സെറ്റിൽമെന്റ് അറ്റ് ഇനാംഗവോൺ എന്ന് പറയുന്നത് 3600 ആൻഡ് 2700 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത്. അതായത് സെറ്റിൽമെന്റ് ഓഫ് ഇനാഗ്മെന്റ് ബിറ്റ്വീൻ 3600 ആൻഡ് 2700 ഇയേഴ്സ് എഗോ എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ഇനാം ഗവോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഹാരപ്പൻ അഗ്രേറിയൻ വില്ലേജ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ചരക എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം നടന്നതെന്ന് പറയുമ്പോൾ വേദങ്ങൾ കമ്പോസ് ചെയ്തത് തന്നെയാണ് കറക്റ്റ് കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ വേദിക് പീരീഡിന് ശേഷമാണ് മെഗ്ലത്തിക്സ് ബിൽഡിങ്ങുകൾ വന്നതും അതിനുശേഷമാണ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ അവസാനിച്ചതിന് ശേഷമുള്ള പോസ്റ്റ് ഹാരപ്പൻ പീരീഡ് ആണ് ഇനാം ഗവോൺ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ചരക കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പഠിച്ച ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിലെ ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലോ. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് ദിദ്ദയെ കുറിച്ചിട്ടാണ്. ഏകദേശം 10ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് കാശ്മീർ ഭരിച്ചിരുന്ന ക്യൂനായിരുന്നു ദിദ്ദ എന്ന് പറയുന്നത്. 1958 CE മുതൽ 1003 വരെയുള്ള കാലഘട്ടമായിരുന്നു ഇവരുടെ ഭരണകാലം എന്ന് പറയുന്നത്. അപ്പം 1980 മുതൽ ഇവരൊരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് മാറുകയുണ്ടായി. അപ്പം 12th സെഞ്ചുറിയിൽ കൽഹനൻ രചിച്ചിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഇതിഹാസമാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. കാശ്മീരിന്റെ സ്റ്റോറിയെ കുറിച്ചിട്ട് പറയുന്ന ഒന്നാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. അപ്പം ആ കൃതിയിൽ നിന്നുമാണ് ദിദ്ദ എന്ന ഭരണാധികാരിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് രുദ്രമ ദേവിയെ കുറിച്ചിട്ട്. അപ്പോൾ രുദ്രമ ദേവി എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്യൂൻസിൽ ഒരാളായിരുന്നു. കക്കാത്തിയ ഡൈനസ്റ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്യൂനാണ് രുദ്രമ ദേവി എന്ന് പറയുന്നത്. റാണി രുദ്രമ ദേവി 1245നും 1289നും ഇടയിലാണ് ഭരിച്ചിരുന്നത്. രുദ്രമ ദേവ മഹാരാജ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രസന്റ് ആന്ധ്രാപ്രദേശ് അതുപോലെ തെലങ്കാനയുടെ പല ഭാഗങ്ങളുമായിരുന്നു രുദ്രമ ദേവി ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. In which of the following Paleolithic sites were the tool made of limestone found? റൈറ്റ് ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഹങ്സി ആണ്. അപ്പം ഹങ്സി എന്ന് പറയുന്നത് കർണാടകയിലെ പാലിയോലിത്തിക് സൈറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്നുമാണ് ലൈംസ്റ്റോൺ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് പാലിയോലിത്തിക് സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ ഹങ്സി കൂടാതെ കുന്നൂർ, ഭീംബേട്ക ഒക്കെ ഉദാഹരണമാണ്. അപ്പോൾ ഭീംബേട്ക നമുക്ക് ഏവർക്കും അറിയാം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭീംബേട്കയെ കൂടാതെ ഭീംബേട്ക കേവ് പെയിന്റിംഗ് ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ആ ഒരു മധ്യ പാലിയോലിത്തിക് കാലഘട്ടത്തിലുള്ള മറ്റ് പ്രധാനമായിട്ടുള്ള സൈറ്റുകളാണ് നെവാസ, ബർഗോർ, സിംഗ്പൂ, നർമ്മദ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. അതുപോലെ തന്നെ
ഭീംബേക്ക, ജോഗ്ദാഹ, അതുപോലെ ബഗോർ, പട്ന, ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഹങ്സി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബലാൻ വാലി. അപ്പം കുന്നൂൽ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നർമ്മദ വാലി ഒക്കെ പ്രധാനമായിട്ടുള്ള പാലിയോലിത്തിക് സൈറ്റുകളാണ്. അപ്പൊ നർമ്മദ വാലി സ്ഥിതി ചെയ്യുന്നത് മഹാപ്രദേശിലാണ്. ഓക്കെ, അപ്പം പാലിയോലിത്തിക് സൈറ്റ്സുകൾ അതേപോലെ മീസോലിത്തിക് സൈറ്റ്സുകളൊക്കെ നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ജോഗ്രഫിയുടെ റാപ്പിഡ് റിവിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജോഗ്രഫിയുടെ സിലബസ് എന്ന് നോക്കാം. ജോഗ്രഫി ആസ് എ സോഷ്യൽ സ്റ്റഡി ആൻഡ് ആസ് എ സയൻസ്, planet, earth in the solar system, globe, environment, that means natural and human environment, air, water, human environment, settlement, transportation and communication, resource, agriculture. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ജോഗ്രഫിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം മുൻ വർഷങ്ങളിലൊക്കെ ജോഗ്രഫിയിൽ നിന്നും വന്നിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 1 to 10 ക്വസ്റ്റ്യൻസ് വരെ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ജോഗ്രഫിയുടെ റിവിഷനിലേക്ക് പോകാം. അപ്പോൾ ജോഗ്രഫിയെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അതിൽ ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ലാൻഡ് ഫോംസ്, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, നാച്ചുറൽ റിസോഴ്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഹ്യൂമൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെന്റ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിവർ, മൗണ്ടൻസ്, നാഷണൽ പാർക്ക് ഒക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന തന്നെ മറ്റു പല കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നും എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ വരാം. അറ്റ്മോസ്ഫിയർ, വാട്ടർ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ലാസ്റ്റ് നമുക്കൊരു ജനറൽ ടോപ്പിക് എന്നതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ജോഗ്രഫിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു റിവിഷൻ നോക്കാം. So first question എന്ന് പറയുന്നത് choose a statement that explain ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ in Indian subcontinent. അപ്പോൾ ഗംഗ ബ്രഹ്മപുത്ര ബേസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ദി ബേസിൻ ലൈൻ ലൈസ് ദ സബ് ട്രോപ്പിക്കൽ റീജിയൻ ആൻഡ് ദ ഏരിയ ഡോമിനേറ്റഡ് ബൈ മൺസൂൺ ക്ലൈമറ്റ് ആൻഡ് ദ ബേസിൻ ഏരിയ ഹാസ് വേരിഡ് ടോപ്പോഗ്രഫി. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്ത ഒരു ഫീച്ചറാണ് ഫോറസ്റ്റ് ഗ്രോ ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അത്തരത്തിലുള്ള ഫോറസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇവിടെ ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് മറ്റുള്ളിടത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ്. അടുത്ത നമുക്ക് നോക്കാം ദ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ ദ വാട്ടർ, ഫുഡ്, എയർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗാണുക്കൾ എങ്ങനെയാണ് പോകുന്നത്, ഒന്നുകിൽ വാട്ടർ, ഫുഡ്, എയർ, ഇത് ഏതെങ്കിലും വഴി മറ്റൊരാളിലേക്ക് രോഗം എത്തുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉദാഹരണമാണ്. So the next question എന്ന് പറയുന്നത് which of the following cannot be said about our planet. അപ്പോൾ ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇതിൽ ഏതാണ് പ്ലാനറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടാത്തതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്പെയർ ആൻഡ് ഇറ്റ്സ് സ്ലൈസ്ലി ഫ്ലാറ്റഡ് അറ്റ് ദ പോൾസ് ആൻഡ് ഇറ്റ് ഹാഡ് ബൾജ് ഇൻ ദ മിഡിൽ ആൻഡ് ഇറ്റ്സ് കാൾഡ് ബ്ലൂ പ്ലാനറ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അറിയാം നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിന്റെ സവിശേഷതകളിനകത്ത് ഉൾപ്പെടാത്തത് പെർഫെക്റ്റ് സ്പെയർ ആണ്. നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് എന്താണ്, ജിയോയുടെ ഷേപ്പ് ആണ് അല്ലെ. അപ്പോൾ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് സ്പെയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലാറ്റിറ്റ്യൂഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ഈസ് 23.5 സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് ട്രോപ്പിക് ക്യാൻസർ പാസസ് ത്രൂ ദ സദേൺ ഹെമിസ്ഫിയർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിയോൺ പാസസ് ത്രൂ ദ സദേൺ ഹെമിസ്ഫിയർ ആൻഡ് ആർട്ടിക് സർക്കിൾ ഈസ് അറ്റ് 23.5 ഓഫ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ട്രോപ്പിക് കാപ്രിയോൺ പാസസ് ത്രൂ ദ സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം.
അപ്പോൾ നമ്മൾ ആദ്യമേ ജോഗ്രഫിയിൽ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര റീജിയനെ കുറിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര ബേസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ് ഗംഗാ ബ്രഹ്മപുത്ര ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ബേസിന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഗംഗാ ബ്രഹ്മപുത്ര റിവേഴ്സും അവയുടെ പോഷക നദികളും ചേർന്നുകൊണ്ടാണ്. ആൻഡ് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിച്ച് പ്ലെയിൻസ്, ഹിമാലയാസ്, സുന്ദർബൻ ഡെൽറ്റ. അപ്പോൾ നമുക്കറിയാം റിച്ച് പ്ലെയിൻസ് എന്താണെന്നുള്ളതും ഹിമാലയൻസും ഇനി സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രധാനമായിട്ടും മറ്റൊരു സവിശേഷത മൺസൂൺ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് എന്ന് തന്നെ പറയാം. ദാറ്റ് മീൻസ് ദ റെയിൻ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ replenishes this area as well as the torrential downpours. Then 12 primary rivers basin, and they are Brahmaputra river basin, Ganga river basin, Kaveri river basin, Indus river basin, and Krishna river basin, Godavari river basin, and Mando Vizhuvari river basin, Mahanadi river basin, Narmada river basin, Tabi river basin, Mahi Nadi river basin, and Pamba river basin. സോ ദെൻ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ് ആൻഡ് ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പോൾ ചില ഫീവർ ഒക്കെ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടും, പകരുന്നതാണ് അല്ലേ. ഒന്നുകിൽ അത് ഫുഡ് വഴിയോ അല്ലെങ്കിൽ വാട്ടർ വഴിയോ ഒക്കെ അത് പകരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ട്രോപ്പിക്കൽ ക്യാൻസർ, അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിള് ഒക്കെ പറഞ്ഞു. അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലോബിന്റെ സഹായത്തോട് കൂടിയിട്ട് അതിന്റെ ആൻസർ നോക്കാം. ഇക്വേറ്ററിലാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66 ആൻഡ് 1/3 നോർത്തിലാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ നോർത്ത് പോൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, സൗത്ത് പോള് 90 ഡിഗ്രിയുമാണ്, അന്റാർട്ടിക് സർക്കിളും 66 ഡിഗ്രി ആണ്. എന്നാൽ ട്രോപ്പിക് ക്യാൻസർ എന്ന് പറയുന്നത് 23 ഡിഗ്രി 23 ആൻഡ് 1/2 ഡിഗ്രി ആണ്. ദെൻ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി ആണ്. ട്രോപ്പിക് ക്യാൻസർ എന്ന് പറയുന്നത് 23 ആൻഡ് 1/2 നോർത്ത് ആണ് വരുന്നത്. ആൻഡ് ദെൻ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡ് 0 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നോർത്തേൺ ഹെമിസ്ഫിയറും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറുമാണ്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിനകത്താണ് ഈ പറയുന്ന ട്രോപ്പിക് ക്യാൻസർ 23 ഡിഗ്രി ആൻഡ് 1/2 നോർത്തും പ്രൈം മെറിഡിയനും ആൻഡ് ദെൻ ആർട്ടിക് സർക്കിളും നോർത്ത് പോളും വരുന്നത്. ഇനി സദേൺ ഹെമിസ്ഫിയറിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ട്രോപ്പിക് കാപ്രിയോൺ, അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിള്, അതുപോലെ സൗത്ത് പോളും ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ട്രോപ്പിക് കാപ്രിയോൺ മാത്രമേ ഉള്ളൂ സദേൺ ഹെമിസ്ഫിയർ ഉൾപ്പെടുന്നത്. എന്നാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ആൻഡ് 1/2 നോർത്ത് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. സോ ലാസ്റ്റ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തേണ്ട പോർഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമേ തന്നെ സിലബസ് നമുക്ക് നോക്കാം. സിലബസ് പ്രകാരം ഡൈവേഴ്സിറ്റി, ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, മേക്കിംഗ് എ ലിവിംഗ്, ഡെമോക്രസി, സ്റ്റേറ്റ് ഗവൺമെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ ആൻഡ് അൺപാക്കിംഗ് ജെൻഡർ, കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്ററി ഗവൺമെന്റ്, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് മാർജിനലൈസ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ജോഗ്രഫിയേക്കാൾ കൂടുതൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിൽ നിന്ന് വന്നിട്ടുണ്ട്. സിവിക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 1 to 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ ഡ്യൂട്ടീസ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ദെൻ ഗവൺമെന്റിന്റെ 3 വിങ്ങും അറിഞ്ഞിരിക്കണം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ഇനി അടുത്തായിട്ട് അറിയേണ്ട മറ്റൊന്നാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്, അതായത് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ഡെമോക്രസിയെ കുറിച്ചിട്ട്, അതായത് പ്രധാനമായിട്ടും ഇലക്ഷൻ, ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡെമോക്രസി ആൻഡ് ഗവൺമെന്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ 3 പോർഷൻസും നമ്മൾ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ മറ്റ് പല മെറ്റീരിയൽസിന്റെയും ഹെൽപ്പോട് കൂടി പഠിക്കേണ്ടതാണ്.
ഇനി അതല്ലാണ്ട് ചില ക്വസ്റ്റ്യൻസ് അല്ല ചില ഏരിയാസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ അൺപാക്കിംഗ് ജെൻഡർ, അണ്ടർസ്റ്റാൻഡിങ് മീഡിയ, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കുറേ കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. The next question, which one of the following state does not have a bicameral legislature? അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിന് പ്രധാനമായിട്ടും രണ്ട് ഹൗസാണുള്ളത്, അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ്, ദാറ്റ് മീൻസ് ലോക്സഭ ആൻഡ് രാജ്യസഭ. എന്നാൽ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ നിലനിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്നത് പോലെ യൂണികാമറൽ ലെജിസ്ലേച്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. If a state legislature has both the assembly and the council, it's called bicameral legislature. In India, the six states are those who bicameral legislature. അപ്പോൾ അതിന് ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ഒറീസ, തെലങ്കാന, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. നേരത്തെ വരെ 7 സ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ ബൈക്യാമറൽ ലെജിസ്ലേഷൻ ഉണ്ടായിരുന്നത്, ജമ്മു കാശ്മീർ. എന്നാൽ ഇപ്പോൾ നിലവിലെ 6 സ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ ബൈക്യാമറൽ ലെജിസ്ലേഷൻ ഉള്ളത്. Then next, who is considered as the final interpreter of Indian Constitution? No doubt the answer is judiciary. The judiciary is the system of court that judge the legal dispute or disagreement and interpret the defense and apply the law in the legal cases. And the Supreme Court has been assigned a very significant role in the Indian political system and it's a final interpreter of the Constitution. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ എന്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത്, അല്ലെ? Under the Constitution of India, Supreme Court is provided with the scope of judicial review, and the judicial review allows the Supreme Court to safeguard fundamental rights and struck down the legislation that violate the constitutional provisions. Under Article 13, 32, 131 and 136, 143, 226 and 246, Supreme Court can review any law. Thus, it's clear that the judiciary is the final interpreter of Constitution of India. And then next, the Prevention of Atrocities Act 1989 was enacted to provide justice to which of the following communities? No doubt the answer is option 3, tribals and dalits. അപ്പോൾ പെഡഗോജിക്കൽ ഇഷ്യൂസിൽ നിന്നും സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് സോഷ്യൽ സയൻസ്, ക്ലാസ് റൂം പ്രോസസ്സ്, ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻക്വയറി ആൻഡ് എംപിരിക്കൽ എവിഡൻസ്, പ്രോബ്ലം ഓഫ് ടീച്ചിങ്, social science and social studies, primary secondary sources, project work and evaluation ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും വരുന്നത്. പെഡഗോജിക്കൽ ഇഷ്യൂസിൽ നിന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് സോഷ്യൽ സയൻസ് ടീച്ചിങ് മെത്തേഡ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് ടെക്നോളജി, ഇവാലുവേഷൻ മെത്തേഡ്സ് ഒക്കെ. ഇപ്പോൾ ഇവാലുവേഷൻ മെത്തേഡ് എല്ലായ്പ്പോഴും എക്സാമിന് വരുന്നതാണ്. നമുക്കറിയാം പലതരത്തിലുള്ള ഇവാലുവേഷൻസും അതുപോലെ തന്നെ അസസ്മെന്റ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ് റൂം മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഹാൻഡിൽ ദ ഡൈവേഴ്സ് ലേണർ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റുഡൻറ് നീഡ്സ്, മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് സ്റ്റൈൽ. ഇത്രയും കാര്യങ്ങളാണ് പെഡഗോജിക്കലിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, മൾട്ടി ലിംഗ്വിസം ഇൻ എ ക്ലാസ് റൂം നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഡാഷ് ബൈ ദ ടീച്ചേഴ്സ്. കറക്റ്റ് ഓപ്ഷൻ ആൻഡ് അസറ്റ് ആൻഡ് റിസോഴ്സ്. മൾട്ടി ലിംഗ്വിസം ഇസ് ദ എബിലിറ്റി ടു യൂസ് മോർ ദാൻ 2 ലാംഗ്വേജസ്. അതായത് രണ്ടിലധികം ഭാഷകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ രണ്ടിലധികം ഭാഷകൾ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. Is a constitutive of the identify the child and typical features of the Indian linguistic landscape must be used to the resource classroom strategy. And the goal by creative language teacher and multilingualism refers to the ability of an individual to use more than 2 languages. And the next question, it's important to create dash learning environment in the classroom rather than dash one. അതായത് കോമ്പറ്റീറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് അല്ല ഒരു ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് ആണ്. ദാറ്റ് മീൻസ് കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ടുഗദർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അതിന്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ സ്റ്റുഡൻസിനെ സെഗ്രിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലി ഹൈ അച്ചീവേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജിഡ് കരിക്കുലവും അല്ല. കറക്റ്റ് ആൻസർ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ് ആണ്. ആൻഡ് ദെൻ ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് മീൻസ് യൂസ്ഡ് ടു മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്. പലതരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്. ഇപ്പം ഒരു ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന അസസ്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് ഉണ്ട്, കണ്ടക്ട് അറ്റ് ദ എൻഡ് ഓഫ് അക്കാഡമിക് ഇയർ, അങ്ങനെ പലതരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്. എന്നാൽ ഒരു ഓൺഗോയിങ് ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നടത്തപ്പെടുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അക്കാഡമിക് ഇയറിന്റെ എൻഡിൽ നടക്കുന്ന അസസ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ്. ഇനി ഗ്രേഡിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടത്തുന്ന അസസ്മെന്റ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റുമാണ്. റാപ്പിഡ് റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം പഠിച്ച്, അതായത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാപ്പിഡ് റിവിഷൻ. അതിൽ ഒരുപാട് ടോപ്പിക്കൽ അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസിങ് ആക്കും. അതുകൊണ്ട് എത്രത്തോളം ഷോർട്ട് ആക്കാമോ അത്രത്തോളം ഷോർട്ട് ആക്കി, എന്നാൽ വേണ്ടത്ര എക്സ്പ്ലനേഷനും നൽകിക്കൊണ്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.